നമസ്കാരം. 2025 ഇങ്ങനെ എഴഞ്ഞും വലിഞ്ഞും ഒപ്പം തന്നെ വേഗത്തിലുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. നാം 2025 ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആകാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ തീരുമാനം എവിടെയായിട്ടുണ്ട് എന്ന്. ചില ആൾക്ക് തീരുമാനം എഴുതി വെച്ചിട്ടുണ്ട്, ചില ആൾക്ക് തീരുമാനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ തീരുമാനം മറന്നു പോയിട്ടുണ്ട്. നാം പലപ്പോഴും പറയാനുള്ള കാര്യമാണ്, പുസ്തകങ്ങളാണ് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നതെന്ന്. ഇപ്പോൾ ഇന്നൊരു അൺസ്ട്രെസ്സബിൾ എന്ന് പറയുന്ന പേരിലൊരു പുസ്തകം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആലീസ് ലോയും മോ ഗോദത്തും എഴുതിയ പുസ്തകമാണത്. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടതാണ് അത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകമാണ്, വളരെ റീസെൻ്റ് ആയിട്ടുള്ള പുസ്തകം തന്നെയാണത്. അപ്പോൾ ഈ കുറേ റിസർച്ചും വായനയും എല്ലാം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മനുഷ്യനെ ഏറ്റവും അധികം രോഗാരുതനാക്കുകയും ഒപ്പം തന്നെ മരണത്തിലേക്ക് പതിയെ തള്ളിവിടുകയും ചെയ്യുന്ന 2 ഹാബിറ്റാണ്. ഒന്ന് സ്ട്രെസ്സ്, 2 ഉറക്കമില്ലായ്മ. ഈ 2 കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ഒപ്പം തന്നെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമെല്ലാം ഇടയാക്കുന്നതെന്ന് പല പഠനങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ സാഹചര്യത്തിൽ ഈ പുസ്തകം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നായി എനിക്ക് തോന്നുകയാണ്. സ്ട്രെസ്സിനെ എങ്ങനെ മറികടക്കാം, സ്ട്രെസ്സിനെ എങ്ങനെ ശാസ്ത്രീയമായി നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രെസ്സ് കൂടിയാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലോങ് ടേം ആയിട്ടുള്ള സ്ട്രെസ്സുകൾ വളരെ ഫാറ്റലായിട്ടുള്ള ഫിസിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ 2 സ്ട്രെസ് ഉണ്ട്. ഒന്ന് യൂസ്ട്രെസ്, 2 ഡിസ്ട്രെസ്. ഇപ്പോൾ യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രെസ്സാണ്. അപ്പോൾ ഒരു പരീക്ഷ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായും ഒരു ചെറിയ ടെൻഷനും സ്ട്രെസ് എല്ലാം വേണം. പക്ഷേ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ കൂടി സ്ട്രെസ് കൂടിയാൽ പഠിക്കാൻ സാധിക്കുകയില്ല, പഠിച്ച കാര്യം ഓർമ്മയിരിക്കുകയില്ല. എന്ന് മാത്രമല്ല പരീക്ഷ സമയത്ത് നമ്മളത് മറന്നു പോവുകയും പെർഫോം ചെയ്യാനും സാധിക്കാതെ വരികയും. അപ്പോൾ അതൊരു ഡിസ്ട്രെസ്സാണ്. ഇപ്പോൾ കുറേ നാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വെറുതെ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് ഈ ഡിസ്ട്രെസ് ഉണ്ടാകുന്നത്. ചില ആളുകളുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളെല്ലാം ഓർത്ത് വെറുതെ അവർ അതിനെ ആലോചിച്ച് ആങ്ഷ്യസും സ്ട്രെസ്സും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവർ തന്നെ ചെയ്യുന്ന കാര്യമാണ് നാളെ എന്താവും. ചില ആളുകളൊക്കെ ഉണ്ട്, ഭൂമി ഉലുക്കം ഉണ്ടാകുമോ, ഭൂമി ഇടിഞ്ഞു വീഴുമോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്ന് വരെ ചിന്തിച്ച് സ്ട്രെസ് അടിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്, കടം വീട്ടാൻ സാധിക്കാതെ വരുമോ, രോഗം വരുമോ, പരീക്ഷയിൽ തോക്കുമോ, എന്നെ സ്നേഹിച്ചതിന് വിട്ടിട്ട് പോകുമോ, ഇങ്ങനെയെല്ലാം പല രീതിയിലുള്ള സ്ട്രെസ്സ് മനുഷ്യർക്കുണ്ട്. ഇപ്പോൾ ചിലർക്കെല്ലാം ജോലി സ്ഥലങ്ങളിൽ വളരെ സ്ട്രെസ്സാണ്. ബോസ് വഴക്ക് പറയുമോ എന്നോ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുമോ എന്നോ, അങ്ങനെ വന്ന് എനിക്ക് EMI അടയ്ക്കാൻ പറ്റാതെ വരും, EMI അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയോ വീടോ ജപ്തി ചെയ്യും, അങ്ങനെ ജപ്തി ചെയ്താൽ എൻ്റെ ഭാര്യയോ ഭർത്താവിന് വിട്ടിട്ട് പോകും, അങ്ങനെയാണെങ്കിൽ എനിക്ക് താമസിക്കാൻ സ്ഥലമുണ്ടാകുകയില്ല, അങ്ങനെ ഒരു റിപ്പിൾ ഓഫ് തോട്ട്സിലൂടെ ആളുകൾ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെസ്സിലൂടെ നിരവധിയായിട്ടുള്ള കെമിക്കൽ ആക്ഷൻസ് ശരീരത്തിൽ നടക്കുകയാണ്, ബയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ട്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനെ ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് ഈ അഡ്രിനാലിനെല്ലാം ഉണ്ടാകുന്നത് സഡൻ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു തീ കണ്ടു, നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടം മുന്നിൽ കണ്ടു, നാം എന്ത് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ എമർജൻസിയായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം കെമിക്കൽ ഹോർമോൺസ് എല്ലാം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷെ നാം എപ്പോഴും സ്ട്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻസ് എപ്പോഴും നടക്കുകയും അത് ദോഷകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇത് കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, അതുപോലെ ശ്വാസകോശപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇനി സൗന്ദര്യത്തെ ബാധിക്കുന്നു, പെട്ടെന്ന് പ്രായമാകാൻ ഇടയാക്കുന്നു, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കുന്നു. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ ഉണ്ടാകുന്നു, ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഇൻസുലിൻ ബന്ധപ്പെട്ട ഭാഗങ്ങളെ ഇത് ബാധിക്കുന്നു. മാത്രമല്ല ബ്ലഡ് പ്രഷർ കൂട്ടുകയും ടെൻഷൻ കൂട്ടുകയും, ഇതെല്ലാം ഒരു അൺബാലൻസ്ഡ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ തുടർച്ചയായി സ്ട്രെസ്സുള്ള ആളാണ് നിങ്ങളെങ്കിൽ വളരെ എമർജൻസിയായി വളരെ അടിയന്തരമായി തന്നെ ആക്ട് ചെയ്യേണ്ട ഒരു ആളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. അതിന് ഈ പുസ്തകങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. ഈ പുസ്തകം ധാരാളം ടെക്നിക്സ് പറയുന്നുണ്ട്, എങ്ങനെയാണ് സ്ട്രെസ്സിനെ മറികടക്കുവാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം അത്തരം സ്ട്രാറ്റജികൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയില്ല എങ്കിൽ പതിയെ നാം മരണത്തിലേക്ക് എന്ന് പറയുന്നത് പതിയെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും അത് നമ്മെ ശക്തി ഇല്ലാത്തവരാക്കുകയും നമ്മുടെ അവസാനം എന്ന് പറയുന്നത് വേദനാപൂർണ്ണമാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ജീവിതമുള്ളെങ്കിലും അത് ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. എത്ര സ്ട്രെസ് അടിച്ചാലും നമുക്ക് ഇതൊന്നും മാറ്റുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു സെൽഫ് കമ്പാഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്.
നാം ഇതുവരെ എന്താണോ ആയത് അതിനെക്കുറിച്ച് സംതൃപ്തിയുള്ളവരാകുവാനായിട്ടാണ് പുസ്തകം പറയുന്നത്. അതിനുവേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് പുസ്തകം പറയുന്നത്. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് വിഷമിക്കുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഇങ്ങനെ ഇല്ലാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ സംഭവിച്ച തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നാം വിഷമിക്കുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു, നമുക്ക് ആ സമയത്തൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുത്തുന്നു, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു. ഒരു വിധത്തിൽ നാം ഈ സ്ട്രെസ് അടിക്കുന്നത് നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇത് പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാകും. കാരണം എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്ട്രെസ്സ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഇതിനെല്ലാം മറികടക്കണമെന്ന് ആഗ്രഹം, പക്ഷെ സാധിക്കുന്നില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷെ തീർച്ചയായും അതിനെ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം കൂട്ടുവാനും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാനുമായിട്ട് സാധിക്കും. ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്ന ആളുകൾ കൂടെ ജീവിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പറയുന്നതെല്ലാം ഒരു വിഷമമുള്ള കാര്യങ്ങളായിരിക്കും, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നമ്മെ സംബന്ധിച്ച് ഒരു ഓവർവെൽം ഉണ്ടാക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ധാരാളം ബ്രത്തിങ് എക്സസൈസിനെ കുറിച്ച്, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച്, മെഡിറ്റേഷനെ കുറിച്ച്, നാച്ചുറൽ വാക്കിനെ കുറിച്ച്, അതുപോലെ തന്നെ സെൽഫ് കമ്പാഷൻ ടെക്നിക്സിനെ കുറിച്ച്, സെൽഫ് ഇവാലുവേഷൻ ടെക്നിക്സിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഇപ്പം നാം ഒരു കാര്യം മാത്രം ഈ സമയത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്താണ് സ്ട്രെസ്സിൻ്റെ കാരണമെന്ന് ആദ്യം മനസ്സിലാക്കുക. 1, 2 അല്ലെങ്കിൽ 3 കാരണങ്ങളായിരിക്കാം നമുക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ആ കാര്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഈ പുസ്തകത്തിൽ ആലിസ് ലോയും മോ ഗോദാത്തും പറയുന്നത്. തീർച്ചയായും അത് കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ജേർണലിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രാക്ടീസുകൾ സഹായിക്കും. ഓരോ ദിവസവും നാം സായാഹ്നങ്ങളിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ പ്രൊഡോമിനൻ്റ് ആയുള്ള ചിന്തകൾ എന്തായതെന്ന് എഴുതുവാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച എത്രയോ നല്ല കാര്യങ്ങളുണ്ട് എന്ന് എഴുതുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിനെ എത്രമാത്രം നന്നായി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്ട്രെസ്സ് എന്തായാലും നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടാക്കുന്നതെന്ന് നാം ഓർത്തിരിക്കുക. നെഗറ്റീവായ ചിന്തകൾ, ഒപ്റ്റിമിസ്റ്റിക് അല്ലാത്ത ചിന്തകൾ നമ്മെ ഒരു പോസിറ്റീവ് അല്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നതിന് മനസ്സിലാക്കലോടുകൂടി സ്ട്രെസ്സിനെ മാറ്റുവാൻ തീർച്ചയായും ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായി മനഃപൂർവ്വമായിട്ടുള്ളൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ, വളരെ ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, പർപ്പസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്ട്രെസ്സും ഒപ്പം തന്നെ സ്ലീപ്പും രണ്ടും പ്രധാനപ്പെട്ട ഒരു എസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തോട് എസ് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഒരു ഓൾ റൗണ്ട് മാറ്റം ഈ വർഷം നമുക്ക് ഉണ്ടാകണം. അത് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.